മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനമോടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും കടുപ്പിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി. ഗ്യാപ്പ് റോഡിൽ വാഹന പരിശോധന കർശനമാക്കുമെന്നും അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗ്യാപ്പ് റോഡിൽ നിയമലംഘകർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് ഇടപെടൽ. മുഖം വിലക്കിയതോടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വാഹനയാത്രികരുടെ ഇഷ്ടപാതയാണ്. മൂന്നാറിന്റെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നവീകരിച്ച പാതയിലൂടെയുള്ള ഡ്രൈവിംഗും ആളുകൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനമോടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പരാതി. ഗ്യാപ്പ് റോഡിലൂടെ സാഹസികവും അപകടകരവുമായി യുവാക്കൾ വാഹനമോടിച്ച 2 സംഭവങ്ങളാണ് അടുത്തിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലെ നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടിയും കടുപ്പിക്കാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഈയിടെയായിട്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതായും യാത്രക്കാർ കൈയും തലയും കാറുകളിലും പുറകിലിരിക്കുന്ന യാത്രക്കാർ കൈയും തലയും പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്നതായും അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് യൂട്യൂബിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നത് അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിനെതിരായും റോഡ് സേഫ്റ്റിക്കെതിരായിട്ടുള്ള പ്രവൃത്തിയായതിനാൽ 100% അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി. ആ വാഹനത്തിനെതിരെയും ഡ്രൈവർക്കെതിരെയും ശക്തമായ നടപടി ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാവും. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ ശക്തമായ വാഹന പരിശോധന തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റുമായാണ് യുവാക്കൾ വാഹനങ്ങളിലിരുന്ന് അപകടകരവും സാഹസികവുമായ ദൃശ്യങ്ങൾ പകർത്താറ്. വിനോദസഞ്ചാരികളുമായി പോകുന്ന ജീപ്പ് സഫാരിക്കാരിൽ ചിലരും അമിത വേഗതയിൽ വാഹനം ഓടിക്കാറുണ്ട്. അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല, റോഡിലെ മറ്റ് വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കുമൊക്കെ സാഹസവും അശ്രദ്ധയും ഭീഷണിയാകുന്നുണ്ട്. ഗ്യാപ്പ് റോഡിൽ നിയമലംഘകർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടലിന് വഴിയൊരുങ്ങുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അതെ, വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത്. അതുമല്ലോ നിനക്കറിയൂ. എന്റെ പപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗവേഷണോ? അതെന്തിനാ മമ്മി? നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? അത് തന്നെ അല്ലായിരുന്നു എന്റെ മനസ്സിലും. വീടുകൾ, ഷോപ്പുകൾ, ആരാധനാലയങ്ങൾ, ഫാക്ടറികൾ, ഡിസ്പ്ലേ സെന്ററുകൾ, ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു. ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി.